2024 ജൂൺ 13 മനോരമ പത്രത്തിലെ ഉൾപേജിൽ മഴയത്തെ നന്മമരം എന്ന പോസ്റ്റ് മനസ്സിനെ തണുപ്പിക്കുന്നതായിരുന്നു. ശക്തമായ മഴ. വഴിയോരത്തെ വലിയ വട്ടക്കുടയുടെ കീഴെ ഞാവൽപ്പഴം വിൽക്കുന്ന തമിഴ്നാട്ടുകാരൻ. താനിട്ടിരിക്കുന്ന മഴക്കോട്ട് ശക്തമായ മഴയിൽ നിന്നും ചാറ്റലിൽ നിന്നും അയാളെ സംരക്ഷിക്കുന്നുമുണ്ട്. അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരൻ മഴയിൽ നിന്നും രക്ഷപ്പെടാൻ വണ്ടി നിർത്തി വഴിയിലെ അയാളുടെ വലിയ കുടയിൽ അഭയം പ്രാപിക്കുന്നു. ദീർഘനേര കാത്തിരിപ്പ്. മഴ കുറയുന്നില്ല. പഴക്കടക്കാരൻ പ്രഭു അയാളുടെ സമയക്കുറവ് സ്വയം മനസ്സിലാക്കി തൻ്റെ സ്വന്തം മഴക്കോട്ട് അപരിചിതനായ ആ മനുഷ്യന് നൽകി യാത്ര തുടരാൻ ആവശ്യപ്പെടുന്നു. അയാളത് സ്വീകരിച്ച് അത് തിരികെ തരും എന്ന് ഉറപ്പ് നൽകി പോകുന്നു. ഒരു ആവശ്യക്കാരന് തന്നെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ സഹായത്തിന് മനസ്സ് നിറഞ്ഞുകൊണ്ട് പ്രഭു വീണ്ടും ചാറ്റൽ മഴ കൊണ്ടും തണുപ്പത്ത് ചുരുണ്ടിരുന്നും ഞാവൽപ്പഴം വിൽക്കുന്നു. ആ അപരിചിതന് വേണ്ടി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷയില്ലാത്ത തൻ്റെ ദേഹരക്ഷയ്ക്കുള്ളതുപോലും നൽകാൻ മനസ്സ് കാണിച്ച യഥാർത്ഥ മനുഷ്യസ്നേഹി. വചനം ഇങ്ങനെ പറയുന്നു: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു. അവൻ്റെ സ്നേഹം നമ്മിൽ തികഞ്ഞിരിക്കുന്നു. സ്നേഹവും ത്യാഗവും എവിടെ പ്രകടമാകുന്നുവോ അവിടെ ദൈവം വസിക്കുന്നു. അവരിൽ നിന്നും നന്മകൾ മാത്രമേ പുറത്തു വരൂ. നമ്മിൽ നിന്നും പുറത്തു വരുന്നത് നന്മയോ തിന്മയോ?